ഹലോ, നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ സ്റ്റോറി മീഡിയയിൽ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥയാണ് കേട്ടോ പറയാൻ പോണത്. പത്രമാറ്റിൻ്റെ കഥ കുറച്ച് ലേറ്റായി, സോറി. അപ്പോൾ എന്താ വെച്ചാൽ അനാമികയുടെ അച്ഛനും അമ്മയും ഒക്കെ അങ്ങോട്ട് വരികയാണ്, അനന്തപുരിക്ക് വരികയാണ്. ദേവയാനി വിളിച്ചു വരുത്തുന്നതാണ് കേട്ടോ. വിളിച്ചു വരുത്തിയിട്ട് വന്നിട്ട് പറയും, എന്തിനാണ് എന്നോട് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കണം. അപ്പോൾ അടുത്ത വഴിക്ക് ദേവയാനി, അപ്പോഴേക്കും ജയനും അജയനും ഒക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയാണ്, നിങ്ങൾ ടൗണിൽ തന്നെ കണ്ണായ സ്ഥലത്ത് 12.5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു, അത് പറഞ്ഞത് കള്ളല്ലേ എന്ന് പറയും. അപ്പോൾ പറയും, കള്ളോ? ഞങ്ങളങ്ങനെ കള്ളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും വേണു. അത് കള്ളാണ് നിങ്ങൾ പറഞ്ഞത്. കാരണം കിരൺ അന്വേഷിച്ചു, ദർശൻ്റെ കൂട്ടുകാരനാണ് കിരണിനെ നിങ്ങൾ അറിയത്തൊന്നുമല്ലല്ലോ. അന്വേഷിച്ചപ്പോൾ അതൊരു അമേരിക്കക്കാരൻ്റെയാണ്, അത് ഇപ്പോൾ ആർക്കും വിറ്റിട്ടില്ല, അങ്ങനെ ഒരു രൂപ പോലും ആരും അഡ്വാൻസ് വാങ്ങിയിട്ടുമില്ല എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. നിങ്ങളെന്തിനങ്ങനെ കള്ളം പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ പറയും, അപ്പോൾ ആകെ അവർ ഉരുളിയാണ് കിടന്നിട്ട്. അപ്പോൾ പറയും, ജാനകി അതിൻ്റെ ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്. ജാനകി ഇടയ്ക്ക് കയറുമ്പോൾ അജയൻ ചീത്ത പറയുന്നത്, നീ മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, ഒരു കുടുംബത്തിൻ്റെ ദാമ്പത്യ ബന്ധത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ പരസ്പര വിശ്വാസമാണ്. അതുപോലെയാണ് കുടുംബങ്ങൾ തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് എൻ്റെ മോളെ ഞങ്ങളിവിടെ നിർത്തില്ല, ഞങ്ങൾ കൊണ്ടുപോകണം, നിങ്ങൾക്ക് ഞങ്ങളെ സംശയമാണ് എന്നൊക്കെ പറയാം. സംശയമല്ല, ഞങ്ങൾ ചോദിച്ചതിന് നിങ്ങൾ ഉത്തരം പറയില്ല, അത്രയും സ്വർണ്ണം എടുത്തൊക്കെ വിറ്റിട്ട് നിങ്ങൾ 1 കോടി രൂപ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അത് നുണയല്ലേ പറഞ്ഞത് എന്നൊക്കെ പറയും. ഞങ്ങളിപ്പോൾ വെറും നുണ പറയുന്ന ആൾക്കാരായി അല്ലേ, ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഇനി ഒരു നിമിഷം പോലും ഞങ്ങളെ മോളെ ഇവിടെ നിർത്തുന്നില്ല, ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അനാമികേനെ വിളിച്ചും കൊണ്ട് പോവുകയാണ്. അവരങ്ങനെ പോണ സമയത്ത് ജാനകിക്ക് തുടങ്ങും സൂക്കട്. ജാനകി അറിയുമാ, എൻ്റെ മരുമകളെ കൊച്ചാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ കടന്ന് ഈ കാണിച്ചത് മുഴുവൻ, ഇതാണ് അവളെ ഒഴിവാക്കിയിട്ട് എന്തായാലും ആരും ഇങ്ങോട്ട് കൊണ്ടുവരില്ല. ആ മുടിയും മൊട്ടടിച്ച് നടക്കുന്നവരുണ്ടല്ലോ, അവളെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല, ഇതാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര റേസാവില്ല. അപ്പോൾ അജയൻ ചീത്ത പറയും, നിനക്കറിയില്ല പിന്നെ അവളെ കുറിച്ചിട്ട്, നീ എന്ത് വിചാരിച്ചിട്ടാണ് നീ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അറിയും, നിങ്ങൾക്കാണ് അറിയാത്തത്, അവർ തമ്മിലുള്ള വഴക്ക് മൂർച്ഛിച്ചിട്ട് അവൾ ഇവിടുന്ന് പോകണം, അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്. എൻ്റെ മരുമകളെ അങ്ങനെ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ട് അങ്ങനെ ആരും വലിയ ആളാവാനൊന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ജാനകി അവിടെ കടന്ന് തുള്ളുകയാണ്.